guys, welcome back to our channel DudyX. അപ്പൊ ഗൈസ് നമ്മള് ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത്? മൂന്നാർ. യെസ്, നമ്മൾ അങ്ങനെ ഒരു മൂന്നാർക്ക് ഒരു ട്രിപ്പ് പിടിക്കാൻ വിചാരിച്ച് ഒരു 2-3 ദിവസം അവിടെ സ്റ്റേ ഉണ്ടാവും കേട്ടോ. നമ്മൾ രണ്ടാളും മാത്രമല്ല, നമ്മളെ കൂടെ മമ്മി എവിടെ, നമ്മളെ മമ്മീച്ചും ഉണ്ട്. അപ്പൊ നമ്മൾ ഇറങ്ങും. ഇവിടുന്ന് 3 മണിക്കൂറാട്ടോ കാണിക്കുന്നല്ലേ, 3 മണിക്കൂറേ ഉള്ളൂ. നമ്മൾ ലേറ്റ് ആയിട്ട് ഇറങ്ങുന്നത്. എത്ര മണിക്ക്? 9 മണി ആവുന്നുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോഴുള്ളൂ ഇറങ്ങുന്നത്, നേരത്തെ ഇറങ്ങണ്ട വിചാരിച്ച്. അപ്പൊ അവിടെ വെച്ചിട്ട് കാണാം. പിന്നെ ബാക്കി വന്ന ചണ്ടി പോലെ നമ്മളെ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാ അല്ലേ? സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ. അതന്നെ, എല്ലാരും ഒപ്പം തന്നെ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തു. നമ്മളങ്ങനെ വന്ന് മലകളുള്ള സ്ഥലങ്ങളൊക്കെ എത്തിയില്ലേ ബ്രോ? മൂന്നാർ എത്താനായിട്ടോ? എത്താനായി, എന്നാലും മലകളൊക്കെ ഉള്ള സ്ഥലത്ത് എത്തി. സിറ്റി ഒക്കെ വിട്ടിട്ട് കണ്ടോ? നിങ്ങൾ ഉറങ്ങിയില്ലല്ലോ, എന്ത് പറ്റി? ഫ്രഷൊക്കെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഫുൾ ഓണാണല്ലോ. എന്താ ഞാൻ ഛർദിന്നില്ല, എന്നാ ഛർദിക്കുന്ന ഓർമ്മ എടുത്തല്ലേ ആംബ്രോ? ആംബ്രോ നോക്ക് ഫുൾ എന്താണ് ഇതിനെന്താ പറഞ്ഞ, ക്ലീൻ ഷേവ് ഒക്കെ ചെയ്തിട്ടോ വന്നത്. നോക്കുമ്പോ ആ മല നോക്ക്, നല്ല ഭയങ്കര കാണാൻ. റോഡ് പണിയല്ലേ? പാലം നമ്മൾ അവിടുന്ന് റൗണ്ട് അടിച്ച് വരുമ്പോ കാണുന്നുണ്ടല്ലേ. ഓ, ഏതോ കാലുള്ള പാലാണെന്ന് തോന്നുന്നു. നമ്മളിപ്പോ കാട് കയറിയോണ്ടിരിക്കട്ടെ. കാട് കയറാൻ സ്റ്റാർട്ട് ചെയ്ത് ആ വേഗം മനസ്സിലാവും. കാരണം ഓരോ സ്ഥലത്ത് ബോർഡ് എഴുതി വെക്കുന്നുണ്ട്, കാട്ടാനകൾ ഏത് നിമിഷം വരും എന്നൊക്കെ. അപ്പൊ ഇപ്പൊ കാട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒക്കെ റോഡ് പണിയാണ് തോന്നുന്നില്ലേ? റോഡ് പണി, ചില സ്ഥലത്തൊക്കെ ഇടിഞ്ഞ് വീണ ഇതൊക്കെ ഉണ്ട്. ഗൈസ്, ഇപ്പൊ നമ്മള് പോകുന്ന സ്ഥലത്ത് ആന ഉണ്ട് ഫ്രണ്ടിൽ തന്നെ. ഒരു വളർത്തുന്ന ആന. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം ഫോട്ടോ എടുത്തതിന് മുമ്പ് ആന ഉണ്ട്. അപ്പൊ എനിക്ക് കാണാം. സത്യം അതാണ് നിങ്ങൾ കേറാൻ പറഞ്ഞ മേലെ. അവിടെ എത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഫ്രണ്ട് തന്നെ അവിടെ എൻ്റർ ചെയ്യുമ്പോ തന്നെ കാണാം ആനേനെ. ഈ സ്ഥലമാണ് ഞാൻ നോക്കിയിരുന്നത് കേട്ടോ. ഫുള്ള് ആൾക്കാര്. ഈ സ്ഥലം ഞാൻ നോക്കിയിരിക്കുന്നേ, എപ്പോഴും പോകുമ്പോ കാണാം. ആംബ്രോയുടെ ഫ്രണ്ട്സിൽ ഇവിടെ ഉണ്ടല്ലോ. എവിടെ കുഞ്ഞ്? ആ കുഞ്ഞ് നോക്കി, ഇവിടെ ഒലിച്ച് വന്നാണ് തോന്നുന്നല്ലേ. ഇതിന് ഫോണൊക്കെ തട്ടിയോണ്ട് പോകും. എടുത്തെടുത്ത് വണ്ടി സൈക്ലിങ് ചെയ്യുന്നവരല്ലേ വീണിട്ടോ. ഒന്നാമത് ഇവിടുത്തെ റോഡൊക്കെ ശ്രദ്ധിക്കണം. അത് ഈ റോഡിൽ കുഴിയൊക്കെ ഉണ്ടാവില്ലോ, അതാണ് ഈ പ്രശ്നം. നല്ല പറ്റി തോന്നും. വലുതാണ് കേട്ടോ. ആ കുടിച്ചോ. നമ്മള് ഇവിടത്തേക്ക് മൂന്നാറിലേക്ക് എത്ര ഉണ്ട്? മൂന്നാറിലേക്ക് 1 hour കൂടിയുള്ളൂ കേട്ടോ. 45. ഇപ്പൊ കോളനിപ്പാലം പറഞ്ഞ സ്ഥലത്ത് എത്തി. അപ്പൊ കരിക്ക് കുടിക്കാനാട്ടോ. ആംബർ കരിക്ക് കുടിക്കില്ലേ? ആംബർ കരിക്ക് കുടിക്കില്ലേ? എന്റെ മുഖത്ത് ആംബറൊക്കെ കിട്ടിയില്ല, പാവം. എന്ത് വരുന്നുണ്ട്? ഇതിന്റെ വരാൻ തോന്നുന്നത് വണ്ടിയോ വരാന്? എന്റെ മഞ്ഞത് ഇറങ്ങിക്കോ, കുറച്ച് നിന്നോ, ഇരിക്കണ്ട ഇങ്ങനെ. എനിക്ക് കുറച്ച് കട്ടിയുള്ള കേട്ടോ കഴിക്കാനുള്ള. നോക്കാം നിന്റേത്. ശിവന്റെ കട്ടിയില്ല. അപ്പൊ ഇത് എനിക്ക് കേട്ടാ, ഇത് എനിക്കാണ്. എക്സ്ചേഞ്ച് ചെയ്യാം, നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. പോപ്കോണും കഴിച്ചോണ്ട് പോവാട്ടോ. നോക്കിയേ, നല്ല കോടയുണ്ട്, നല്ല മഴക്കാറുണ്ട് അല്ലേ? മഴക്കാറുണ്ട്. ഇപ്പൊ ഇവിടെ മഴ ചെറുതായിട്ട് ചാറിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ വരുമ്പോ കോട താവും. കാരണം ഈ മഴ പെയ്യുമ്പോ കോടയില് വെയിറ്റ് വരും, അപ്പൊ അത് താന്നു നിൽക്കും അല്ലേ? പിന്നെ നല്ലോണം മഴ പെയ്താല്, നല്ലോണം മഴ പെയ്താല് അതൊക്കെ ക്ലിയർ ആയി പോകും. കാരണം അത്രയും വെയിറ്റ് വരുമ്പോ ഈ കോട ഇങ്ങനെ നിക്കുന്നത് പറഞ്ഞ് ക്ലിയർ ആയി പോകും. ഇപ്പൊ നുള്ളുന്നുള്ളട്ട കണ്ടോ, നുള്ളുന്നുള്ളാണ് പെയ്യുന്നത്. അപ്പൊ വെയിറ്റ് വരുമ്പോ അങ്ങനാണ്, അങ്ങനെ കോട അപ്പൊ താന്ന് വരും. അപ്പൊ നമുക്ക് കോട നല്ല കാണാൻ പറ്റും. ആംബ്രോ
ഇവിടൊക്കെ കോട ഇറങ്ങിയിട്ടാ. ഇപ്പൊ മഴ നിന്നില്ലേ? ഉണ്ടോ കോട? ഇവിടുത്തെ ഈ ഭാഗത്ത് കോട കണ്ടോ? മേലോട്ടേ പോകുന്നുണ്ടോ? എവിടെ പോയാ? എവിടെ? ആ ഇവിടെതാ. ഇവിടെ ഫുള്ള് ചെളിയായിട്ട് ആ വണ്ടിയൊക്കെ ഇങ്ങനെ തെന്നി പോകുന്നു, സ്കിഡാവുന്നുണ്ട് കേട്ടോ. ഫുള്ള് പണിയാണ്. ഇത് അറിഞ്ഞില്ലല്ലേ മൂന്നാറിൽ ഇങ്ങനെയാണെന്നുള്ളത്? ഇതെങ്ങനെ തന്നെ ഇരിക്കും ഒരു സെല്ലല്ല. അതൊന്നും വലിയല്ലോ. മഴ കേട്ടോ ഗൈസ്, ഇപ്പൊ നല്ല മഴ ആണ് അല്ലേ? അമ്പോ ഉയരം കൂടുന്തോറും മഴയുടെ കടുപ്പം കൂടുകയാണ്. അതെങ്ങനെയുണ്ട് കോട മൂടിയെടുക്ക കേട്ടോ. ഇവിടക്കാണ് ചെളിയാണ്. ഓ കൊള്ളാം. ക്യാമറയിൽ അങ്ങോട്ട് ആ ഭംഗി കിട്ടുന്നില്ല, ബട്ട് കൊള്ളാം. നമ്മളങ്ങനെ നമ്മള് ലൊക്കേഷനിലെത്തി. പറക്കാട്ടിലാട്ടോ നമ്മൾ വന്നത്, പറക്കാട്ട് റിസോർട്ട്. ഇതിനാണ്. ഓ അന നിനക്ക് കാണാട്ടോ. നീ ചേച്ചി ശരിക്കും ആംബ്ര ചേച്ചി ശരിക്കും താനാണ്, നീ അല്ലാതെ ഞാൻ പറഞ്ഞ വിശ്വസിക്കൂ. രണ്ടാണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ആന ഉള്ളായിരുന്നല്ലോ. ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം മുമ്പോട്ടേക്ക് ആയിരുന്നു കേട്ടോ ആന. പ്രാവശ്യം അവർ തിരിച്ചു വെച്ചു. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ നമ്മളെ സ്ഥലത്ത് എത്തി. നമ്മൾ പറക്കാട് റിസോർട്ടിലാട്ടോ വന്നത്. ഇതിൻ്റെ മുമ്പ് ഞാൻ ഇവിടെ 2-3 വട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ മൂന്നാറിൽ വരുമ്പോൾ എപ്പോഴും പറക്കാട്ടാണ് ഓർമ്മ വരിക. നമ്മൾ പറക്കാട്ട് ഫസ്റ്റ് ടൈം അല്ലേ? ഗൈസ് നമ്മളങ്ങനെ പറക്കാട്ടിലെത്തിട്ടാ. നമ്മളൊരു നോക്കി 12:30 ആകുമ്പോഴത്തേ എത്തിട്ടോ. പെട്ടെന്ന് എത്തിയില്ലമ്മ? 12:30 ആംബ്രോ ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യായിട്ട് ഇപ്പോൾ റൂം സെറ്റാവും. പിന്നെ ആംബ്രോ പറയുന്ന ആംബ്രോക്ക് എന്നെ സഹിക്കാൻ കഴിയില്ല. എന്തൊരു മടുപ്പായിരുന്നു. കോട ഇറങ്ങി വരുമ്പോൾ പറയാം അവിടെ ദം ബിരിയാണി ഇട്ടുകൊണ്ടിരിക്കുക, അതിൻ്റെ പുകയാണ്. കോട ഇറങ്ങി വരുന്ന അവിടെ വീടുണ്ട്, അത് പുകയാണ്. അപ്പോൾ കണ്ടാൽ മനസ്സിലാവും പുകയാണ്. ദം ബിരിയാണി ഇടുമ്പോൾ ദമ്മിടുമ്പോൾ മേലെ എടുത്ത് വെക്കുന്നു. അതാണ് ന്യൂസ് പേപ്പർ പോലും വായിക്കാത്ത ആളാണ്, മാഗസിൻ വായിച്ചുകൊണ്ടിരിക്കുന്നു. ഭയങ്കര ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയിലാണ് ആംബ്രോ. നോട്ടെ ആംബ്രോ എടുത്തൊരു ഫോട്ടോ കാണിച്ച്. ഇത് കണ്ടോ ആനകളാട്ടോ ഇതൊക്കെ. നമ്മളിവിടെ എത്തി 1:30. ഇപ്പം 1:30 റൂം റെഡി ചെയ്യാൻ ഒരു 50 മിനിറ്റ്സ് എടുക്കും. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ ആ ടൈമിൽ നോക്കി. ബാക്കിൽ ഒന്നും കാണില്ല. കോടാണല്ലേ ആംബ്രോ? കോടല്ലേ? പക്കാ കോട. ഇത് കുറച്ചുകൂടി കോട വരുമ്പോൾ ഇവിടേക്ക് ഇറങ്ങി വരും നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത്. കാരണം ഇതൊക്കെ ഓപ്പൺ ആയതുകൊണ്ട് കൊള്ളാല്ലേ. ആംബ്രോയുടെ കണ്ണിന് എന്തോ പറ്റി, കാരണം ആംബ്രോക്ക് ഇവിടുത്തെ വ്യൂ ഒന്നും കാണാനില്ല. അവൻ്റെ കണ്ണിന് എന്തോ പറ്റി നോക്ക്. ഇത് കുറച്ച് കഴിഞ്ഞ് കയറി വരും കേട്ടോ. സെറ്റ് നോക്ക്. ഇത് ഓണാണ്. അതെ സത്യം. ഇത് ടൈം ലാപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആംബ്രോ പെട്ടു. ഇത്രയും ദിവസം എൻ്റെ സൈഡിൽ നിന്ന് മാത്രമേ ആംബ്രോ കേട്ടാൽ മതി. ഇപ്പോൾ ഇമ്മൻ്റെ സൈഡിൽ നിന്ന് അറ്റാക്കി തുടങ്ങി. ആംബ്രോ എങ്ങനെയുണ്ട് ഇവിടുത്തെ വ്യൂ? അടിപൊളിയല്ലേ? അത് നമ്മളെ കോട നോക്കി കയറാൻ തുടങ്ങിയിട്ട് ഇങ്ങോട്ട് മെല്ലെ മെല്ലെ കയറുന്നുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞ് ഇവിടേക്കൊക്കെ വരും. അപ്പം നമ്മൾ മേഘത്ത് നമുക്ക് ഫുഡ് കഴിക്കാം. ഇവിടെ മേഘമൊക്കെ വരും. അപ്പോൾ ഫുഡ് ഇങ്ങനെ മേഘത്തിൻ്റെ മേലെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കഴിക്കാം. അവിടെ എനിക്കൊന്നും കാണുന്നില്ല. കണ്ടോണ്ടിരിക്കാൻ എന്ത് ഞാൻ കാണുന്നില്ല. ഇപ്പൊ ചെറുതായി ക്ലിയർ ആയി വരുന്നുണ്ട്. ആംബ്രോ എവിടെ പോയാലും സാലഡ്. ആംബ്രോ നിനക്ക് വേറെ ഒന്നും വേണ്ടേ? സാലഡ് ചീസാണിത് അല്ലല്ലോ? ചിക്കന് ചീസാണോ? നല്ല സ്മെല്ലുണ്ട്. ബർഗറിൻ്റെ ഒക്കെ സ്മെല്ല് ആണ്. ചിക്കനാ? സോയാബീനാ? ഞാൻ നോക്ക് ഫ്രൈഡ് റൈസ് ആട്ടോ ഓർഡർ ചെയ്ത്. നമ്മളൊരു കരിമീൻ പൊള്ളിച്ചത് അല്ല, കരിമീൻ ഫ്രൈ ആട്ടോ. ഞാൻ പറഞ്ഞുതരാം. പൂൾ വരുന്നത് കോമൺ പൂളാണ്. ഓക്കെ ഈവനിങ് 7 വരെ ടൈം. ഓക്കെ. നൈറ്റ് എത്ര മണിക്കാണ് സ്റ്റാർട്ട്? കോടന്റെ മഴയുണ്ട് കേട്ടോ. അപ്പൊ
അപ്പൊ ഗൈസ് ഫുഡ് കഴിച്ചു, നമ്മൾ റൂമിൽ പോയി നമ്മളെ ലഗേജ് ഒക്കെ അവിടെ സെറ്റ് ആക്കി. റൂം അങ്ങനെ അടിപൊളിയില്ലേ, സെറ്റ് റൂമാണ്. പിന്നെ ഇപ്പൊ നമ്മള് ജസ്റ്റ് ഞാനും ആംബ്ര കൂടി ഇവിടെ ഒരു ടൗൺ ഉണ്ടെന്നാണ് ആംബ്ര പറഞ്ഞത്. ആർക്കറിയാ പഠിച്ചോനെ, പക്ഷെ ഇവിടെ അടുത്താണോ? ഞാനൊരു മൂന്നാർ ടൗണിൽ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ടൗണിൽ പോയിട്ടൊന്ന് വരാന്ന് വിചാരിച്ചിട്ടാ. ഒന്നും കാണുന്നില്ലല്ലേ, അവിടെ എന്താ സംഭവം വെച്ചപ്പോയിലാണ്. എന്താ അടിപൊളി ക്ലൈമറ്റ് ടൈമിലായിട്ട് നമ്മള് വന്നത്. അപ്പുറത്തെ ഒരു വണ്ടി, അപ്പുറത്തെ വണ്ടികളൊന്നും കാണുന്ന പോലെ ഇല്ല കേട്ടാ. അവിടെ കൊക്കയാണ്, കൊക്ക കാണുന്നില്ലൊന്നും. നമ്മള് അങ്ങനെ ടൗണിലെത്തിയിട്ട് ആംബ്ര പറഞ്ഞ, ആംബ്രക്ക് ഇവിടെ ഒരു ചേച്ചീനെ അറിയാം, ചായയും ബോണ്ട കിട്ടുന്ന സ്ഥലം അറിയാന്നാ പറഞ്ഞ. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ വണ്ടിയുടെ ശബ്ദം, ആൾക്കാർ കഴിച്ചു. കോടൊക്കെ പോയിട്ട് ഇവിടെ ഈ ഭാഗത്ത് ഇപ്പൊ കോടയില്ല കേട്ടോ. ആംബ്ര ഫുൾ ഉടായിപ്പ. നീ പറഞ്ഞ സ്ഥലം എവിടെ? ഇത് വഴി തെറ്റിന്നൊക്കെ പറ. എനിക്ക് എന്റെ സ്ഥലത്തേക്ക് എത്തണം, പറക്കാട്ടിലെത്തണം. അത് ഭാഗ്യ ലൊക്കേഷൻ അറിയുന്നോണ്ട് കുഴപ്പമില്ല. എങ്ങോട്ടാ നീ പോകുന്നേ? പറക്കാട്ടില് ഇത് ലൊക്കേഷൻ ഇടുന്നപ്പോ എന്താ എങ്ങോട്ടാ പറക്കാട്ട് നേരെ ഒരൈഡില്ല. അവിടെ എത്തുമ്പോ കാണാൻ കഴിച്ചു. എനിക്കറിയില്ല പിന്നെ എങ്ങോട്ടാ പോകുന്നത്. ഏതോ ഷോപ്പാണെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഇവിടെ ഒക്കെ നല്ല ഹെവി റെയിൻ ആട്ടോ. ഹെവി റെയിന്. പക്ഷെ ഇത് 5 മിനിറ്റ് കഴിയുമ്പോ നിൽക്കും, കോട വരും, പിന്നെ കോട പോവും, പിന്നെ ചെറിയ മഴ, പിന്നെ വലിയ മഴ, പിന്നെ കോട വരും, പിന്നെ കോട പോവും. അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. പക്ഷെ അടിപൊളി നല്ല ക്ലൈമറ്റ് ഉള്ള ടൈമിൽ നമ്മൾ വന്നല്ലേ, അല്ലേ? എന്താ എനിക്കൊരു പുച്ഛ മുഖത്തേക്ക്. ഇമ്മ പോയപ്പോഴാണ് ആംബ്രക്ക് ഒന്ന് സംസാരിക്കാൻ പറ്റുന്ന. ഇമ്മ ഉണ്ടാകുമ്പോ ഉള്ള എല്ലാ മാസവും പിടിച്ചിരിക്കുക അല്ലേ ആംബ്ര, അല്ലേ? അങ്ങനൊന്നുമില്ല. ഓക്കെ ഓക്കെ. പോട്ട് കിട്ടിയപ്പോ ജസ്റ്റ് നിർത്തിയിട്ടാ. ഇപ്പൊ മഴ ഇല്ല, ഇത് ഓരോ സ്ഥലത്തുള്ള മഴ ഗൈസ്. ഇത്ര കോടുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. ഈ പച്ചപ്പ് കാണുമ്പോ തന്നെയാണ് ഒരു ഭംഗി. തേയില, എന്താ ഭംഗി ഗൈസ്. കോട വന്നിട്ടോ, പിന്നെ മഴയും വരുന്നുണ്ട്. സോ നമുക്ക് വിടാം അല്ലേ ആംബ്ര? പോവാ ബാബാ. പിന്നെ ഗൈസ് ഇവിടെ നിർത്തിയിട്ട് സീനില്ല, ഇവിടെ പാറാണ്, ഒഴുകി വരുത്തൊന്നുമില്ല. ഇത് തുറന്നിട്ട് കയറുന്നു. എന്താ ഭംഗിയാണ് കോട പോകുമ്പോഴേ ഒരു ഭംഗി. ഇതിലേക്കല്ലേ നമ്മളിപ്പോ വരുന്ന റോഡ്. ക്യാരറ്റ് മേടിക്കും. ഞാൻ ഒരുപാട് എങ്ങനത്തെ ക്യാരറ്റ് കഴിക്കണം വിചാരിക്കുന്നുട്ടോ. ക്യാരറ്റ് ഒരു ഇത് മേടിക്കാം അല്ലേ? നിങ്ങളെങ്ങനെയുള്ള ക്യാരറ്റ് ഉണ്ട്? ഓക്കെ, എത്ര ഇത്? 250. വലുതില്ലേ? തീർന്നോ? ചെറുതായിട്ട് പുതിന ചപ്പ് അതേപോലെ ഉണ്ട്. അങ്ങനെ നമ്മൾ ക്യാരറ്റും മേടിച്ചു. ഇത് നമുക്ക് ഉപ്പേരി വെക്കാൻ പറ്റിയ മേലത്തത്. ഇതൊന്നും ചെയ്യാൻ കഴിയില്ല അല്ലേ? പക്ഷെ ഇതാ രസം, ഇങ്ങനെ കാണുമ്പോൾ രസമല്ലേ? ക്യാരറ്റിന്റെ ഭംഗി വരുന്ന കേട്ടോ. മഴക്കൂടെ ആണ്ട് ഫുള്ള് വെള്ളം നോക്കിയാ, എൻ്റെ മേലെ ഫുള്ള് വെള്ളമായി. മറ്റിട്ടപ്പം എന്തൊരു ഭംഗിയാണ്, തുടുതുടാന്ന് കിടക്കുന്നു. കോട കോട കോട. ഇപ്പൊ 5
5 മണി ആയപ്പോ തന്നെ ഇരുടായി തുടങ്ങിയിട്ട്. ഇരുടായി പറഞ്ഞാല് കോട, കറുത്ത കോടാണ് ഇപ്പൊ വരുന്നത്. മഴക്കാലം കൂടി അത്. ഇനി ഇവിടെ നിന്നാ പണി കിട്ടും. കാരണം റോട്ടിലേക്കൊക്കെ ഇറങ്ങി വരുന്നുണ്ടല്ലേ കോട. അപ്പൊ നമ്മള് നേരെ നോക്കുക, നമ്മളെ റൂമിലേക്ക് വിടുക കേട്ടോ. ഇനി റൂമിലാണ് ബാക്കി പരിപാടികൾ. നമ്മളെ ആംബ്രോയിഡ് ഡാൻസ്, മറ്റേ ഹസ്കി ഡാൻസ് ഇല്ല, നമ്മള് പഠിക്കാൻ പോകുന്നത്. ആംബ്രോ സെറ്റല്ലേ? ആംബ്രോയ്ക്ക് ചെറുതാ സ്റ്റെപ്പ് കാണിച്ചിട്ട് ഇങ്ങനെ ചാടുന്നത്. യെസ്, ഇന്ന് അത് സെറ്റ് ആക്കണം. അപ്പൊ റൂം വെച്ചിട്ട് കാണാം. നോക്കി അവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ. അങ്ങനായി എന്താലേ ചേട്ടി, നല്ല തണുപ്പാണ് കുറച്ചനെ. നോക്കി പുക കണ്ടോ? ഇവിടെ അടിച്ചു കയറുക കേട്ടോ. നോക്കി കറക്റ്റ് കാണാലേ. നമ്മളിപ്പോ അതിന്റെ അടിയിൽ കൂടി പോകുന്നത്. അമ്മ എന്റെ കൈയൊക്കെ തണുത്ത് അവിടെ കോടാണ്, കോട. ബ്ലോക്ക് ഓക്കെ, അവിടെ വരെ കണ്ടിട്ട് ബ്ലോക്ക് ഉണ്ടാ. ഇവിടെ നിന്ന് ഈ റോഡ് ഇതാ, ഈ റോഡ് ഉണ്ടോ? ഇത് ഇടുക്കി ഭാഗത്തേക്കുള്ള റോഡാട്ടോ. പക്ഷെ നമുക്ക് സ്ട്രൈറ്റ് ഇനി ഇവിടുന്ന് ആകെ 300 കിലോമീറ്റർ കൂടി ഉള്ളു. പക്ഷെ 300 മീറ്റർ കൂടി ഉള്ളു കേട്ടോ. 300 കിലോമീറ്റർ അല്ല. നമുക്ക് സിറ്റിയുടെ അടുത്ത് തന്നെ അല്ലേ? ടൗണിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് സിമ്പിളായിട്ട് വണ്ടിയൊക്കെ എടുത്ത് പോരാൻ. ആംബ്ര, എന്നാലും നീ ശരിക്കും താനാണ് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞപ്പോൾ. ഇത്രയും സിമ്പിളായിട്ടാണ് ഞാൻ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് പറ്റിക്കുന്നത് തന്നെ. നമ്മളെ സ്ഥലം